ഇത് ബെർലിൻ സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുന്നേയുള്ള എപ്പിസോഡ് കാണാത്തവർ ദയവായി കണ്ടിട്ട് വരിക. നിലവറയ്ക്കുള്ളിൽ എങ്ങനെ പോകാം എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷനിലാണ് ബെർലിനും ഡാമിയനും. ബെർലിൻ പറഞ്ഞു, നമ്മുടെ ഈ പ്ലാനിൽ നിന്ന് ആരെങ്കിലും ശ്രദ്ധ മാറ്റിയാൽ ആ ഒരാൾ മാത്രമല്ല, നമ്മളെല്ലാവരും ജയിലിൽ പോകേണ്ടി വരും, അതും മിനിമം 16 വർഷം. ബെർലിൻ തുടർന്നു, ഞാന് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആരെയും ഈ കൊള്ളയ്ക്ക് ക്ഷണിക്കാതെ എന്തുകൊണ്ടാണ് നിങ്ങളെ ക്ഷണിച്ചതെന്ന് അറിയാമോ? 2 കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളെ ഞാൻ ക്ഷണിച്ചത്. ഈ ഹീസ്റ്റിൽ ഒരാളുടെ ബുദ്ധി മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, അതും ഡാമിയന്റെ. രണ്ടാമത്തെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഫഷണൽസ് വരുമ്പോൾ അവരുടെ ഈഗോ മാത്രമേ ഈ ഹീസ്റ്റിന് വർക്കാവത്തുള്ളൂ. എക്സൈറ്റ്മെന്റ് ഉണ്ടാകത്തില്ല. പക്ഷേ എനിക്ക് ഈഗോയും എക്സൈറ്റ്മെന്റും വേണം. അതുകൊണ്ടും കൂടെയാണ് നിങ്ങളെ ചൂസ് ചെയ്തത്. ബെർലിൻ കെയ്ലയോട് ചോദിച്ചു, കെയ്ല, ഓപ്ഷൻ ഹൗസിലെ CCTV കൺട്രോൾ നീ എടുത്തതിന് ശേഷം എന്തു ചെയ്യും? കെയ്ല പറഞ്ഞു, നിലവിലെ നിലവറയുടെയും കോൺക്രീറ്റ് വാളിന്റെയും ക്യാമറ വിഷ്വൽസ് ഷൂട്ട് ചെയ്ത് നമ്മൾ ആ ചേംബറിനുള്ളിൽ പോകുമ്പോൾ ആ വിഷ്വൽസ് പ്ലേ ചെയ്യും. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സിന് നമ്മൾ അകത്തേക്ക് കയറിയ കാര്യം അറിയാൻ പറ്റില്ല. അവിടെ നിന്ന് സീന് കട്ടാക്കിയിട്ട് ഓപ്ഷൻ ഹൗസിലെ കോൺക്രീറ്റ് വാളിന്റെ അടുത്ത് കെയ്ല MD വാൾട്ടിന്റെ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ച നിലവറയുടെ വിഷ്വൽസ് പ്ലേ ചെയ്യും. ഇതൊന്നും അറിയാതെ സെക്യൂരിറ്റി ഗാർഡ്സ് കെയ്ല പ്ലേ ചെയ്ത നിലവറയുടെയും കോൺക്രീറ്റ് ചേംബറിന്റെയും വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് വീണ്ടും ഹോട്ടലിലെ മീറ്റിംഗ് റൂമിൽ ഡാമിൻ സംസാരിക്കുന്നു. കോൺക്രീറ്റ് വാള് ബ്രേക്ക് ചെയ്ത് അകത്ത് കിടക്കുന്ന ചേംബറിൽ നമ്മൾ ചെന്ന് കയറുന്നത് നിലവറയുടെ പിൻഭാഗത്താണ്. നിലവറ ഉണ്ടാക്കിയിരിക്കുന്നത് 7 ടൺ സ്റ്റീൽ സ്ലാബാണ്. ആ സ്റ്റീൽ സ്ലാബ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പുതിയ മെഷീൻ കരുതിയിട്ടുണ്ട്. ഡാമിയൻ തുടർന്നു, സാധാരണ സ്റ്റീല് അല്ലെങ്കിൽ മെറ്റൽ വസ്തുക്കൾ ഏത് തന്നെ മുറിക്കുന്നതും ഒരു അറ്റത്ത് നിന്നായിരിക്കും. എന്നാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോപ്പിൽ നിന്ന് താഴേക്കാണ് മുറിക്കുന്നത്. ദാ ഈ കേക്ക് മുറിക്കും മാതിരി. അതായത് ആ നിലവറയുടെ ഇടതും വലതും മോട്ടർ പ്ലേസ് ചെയ്യും. കട്ടിംഗ് റോപ്പ് ഉപയോഗിച്ച് മുകളിൽ നിന്ന് താഴേക്ക് കട്ട് ചെയ്യും. അതിന്റെ കട്ടിംഗ് സ്പീഡ് 40 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അതിനുശേഷം ആ കട്ട് ചെയ്ത ബ്ലോക്കിൽ 2 മാഗ്നറ്റിക് ഹൂക്ക് ഫിക്സ് ചെയ്യും. വർക്ക്ഷോപ്പിൽ കാറിന്റെ എഞ്ചിനൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രെയിൻ നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷന്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യും. ആ ക്രെയിനിനെ നമ്മൾ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യും. എപ്പോൾ നമുക്ക് ആ നിലവറയ്ക്കുള്ളിൽ പോകണമോ അപ്പോഴെല്ലാം ക്രെയിനിന്റെ സഹായത്തോടെ കട്ട് ചെയ്ത പോർഷൻ ഉയർത്തി നമ്മൾ അകത്ത് പോകും. അവിടെ നിന്ന് സീൻ കട്ടാക്കി വീണ്ടും ഓപ്ഷൻ ഹൗസിലെ ആ ചേംബറിനുള്ളിൽ ക്യാമറോൺ റിമോട്ട് ഉപയോഗിച്ച് അവർ കട്ട് ചെയ്ത പോർഷൻ ഉയർത്തി. ഡാമിയനും റോയിയും ബ്രൂസും ക്യാമറോണും ആ നിലവറയ്ക്കുള്ളിലേക്ക് കടന്നു. അവർ ആശ്ചര്യത്തിലും സന്തോഷത്തിലുമാണ്. കെയ്ല ഇത് കണ്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടി. ഡാമിയൻ കെയ്ലയോട് പറഞ്ഞു, നമ്മൾ നിലവറയ്ക്കുള്ളിൽ കടന്ന കാര്യം എത്രയും പെട്ടെന്ന് തന്നെ ബെർലിനെ അറിയിക്കണം. എന്നാൽ ബെർലിൻ ഹോട്ടലിലെ സർവേലൻസ് റൂമിലിരുന്ന് കെമീല എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കെയ്ല ബെർലിനെ വിളിച്ച് ഡാമിയനും സിമ്പന്തികളും നിലവറയ്ക്കുള്ളിൽ കടന്ന കാര്യം പറയും. ഇത് കേട്ട ഉടൻ തന്നെ ബെർലിൻ വലിയ സന്തോഷത്തിലായി. ബെർലിൻ കെയ്ലയോട് ചോദിച്ചു, ആ നിലവറയ്ക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? കെയ്ല മറുപടി പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിലവറ എംപ്റ്റിയാണ്. അടുത്ത ദിവസം ബെർലിനും കമേലിയും ഒരു റെസ്റ്റോറന്റിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഹസ്ബൻഡ് ഓപ്ഷൻ ഡയറക്ടർ അവിടെ വേറെന്തോ ആവശ്യത്തിനായിട്ട് കടന്നു വരും. ഇത് കണ്ട ഉടനെ അവൾ വളരെ പരിഭ്രമത്തോടെ ബെർലിനോട് അവളുടെ ഹസ്ബൻഡ് വന്നിരിക്കുന്ന കാര്യം പറയും. ബെർലിൻ പറഞ്ഞു, നീ പാനിക് ആവണ്ട, അയാളടുത്ത് പോയി ഒരു ഹായ് പറയണം. എന്നിട്ട് ഒരു ആർട്ട് ഡീലറെ മീറ്റ് ചെയ്യാനായിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ അവൻ ആള് ശരിയായിട്ട് തോന്നുന്നില്ല. അവനെ എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്കറിയില്ല. താങ്കൾ കൂടെ വരൂ എന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ടുവരണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. ബെർലിൻ പറഞ്ഞതുപോലെ തന്നെ കമേലി അവളുടെ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ടുവരും. കമേലി 2 പേരെയും പരിചയപ്പെടുത്തും. ബെർലിൻ കട്ട റൂഡായിട്ട് കെമീലിയോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് നിങ്ങൾ എന്നോട് പറയണം. അല്ലാതെ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ട് വരേണ്ട ഒരു കാര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബെർലിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കും. ഉടനെ ഓപ്ഷൻ ഹൗസ് ഡയറക്ടർ എണീറ്റ് ബെർലിനെ തടഞ്ഞിട്ട് പറയും, പതിയെ സംസാരിക്കണം, ചുറ്റുമുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ബെർലിൻ അയാളെ നോക്കി തല കുലുക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. കുറച്ചു സമയത്തിന് ശേഷം മറ്റൊരിടത്ത് ബെർലിനും കമേലിയും വീണ്ടും കണ്ടുമുട്ടും. കമേലി പറഞ്ഞു, അദ്ദേഹത്തെ കണ്ട ഉടനെ ഞാൻ നല്ലോണം പേടിച്ചു. ഉറപ്പായിട്ടും പിടിക്കപ്പെടുമെന്നാണ് കരുതിയത്. എന്നാൽ ഇപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ബെർലിൻ ചോദിച്ചു, എന്നാൽ നമുക്ക് 1-2 ദിവസത്തേന് പാരീസ് വിട്ട് എങ്ങോട്ടെങ്കിലും പോകാമോ? കമേലി ബെർലിനോട് പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എനിക്ക് രാത്രികാലങ്ങളിൽ ഉറക്കം വരാറില്ല, എന്റെ ജീവിതത്തിൽ യാതൊരു സന്തോഷവും ഇല്ല എന്നൊക്കെ. എന്നാൽ ഞാനതിപ്പോ മാറ്റി പറയാം. എനിക്ക് ഇപ്പോൾ അങ്ങനൊരു ഫീലിംഗ് ഇല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചോ അതുമാതിരി ജീവിക്കുകയാണ്, അതും നിങ്ങൾക്കൊപ്പം. ബെർലിൻ പറഞ്ഞു, ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞേക്ക്, ബിസിനസ് മീറ്റിംഗിനായി പോകുന്നത് കാരണം 1-2 ദിവസം കാണാൻ പറ്റില്ല. അവിടെ നിന്ന് സീൻ കട്ടാക്കി ഡാമിയന്റെയും സിമ്പന്തികളുടെയും സ്പേസിൽ അവർ നിലവറയ്ക്കുള്ളിൽ കയറിയതിന്റെ ആഘോഷത്തിലാണ്. ഡാമിയൻ സംസാരിച്ചു തുടങ്ങി, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ വൈഫുമൊത്ത് ഇവിടെ വന്നിട്ടുണ്ട്.
അദ്ദേഹം അന്നത്തെ കഥകളൊക്കെ സിമ്പന്തികളെ പറഞ്ഞു കേൾപ്പിക്കും. അപ്പോഴേക്കും ഡാമിയന്റെ വൈഫ് വീഡിയോ കോൾ ചെയ്യും. ഡാമിയൻ സിമ്പന്തികളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്റെ സ്റ്റുഡൻസ് ആയിട്ട് വേണം സംസാരിക്കേണ്ടത്. ഡാമിയൻ കോൾ അറ്റൻഡ് ചെയ്ത് എല്ലാരെയും പരിചയപ്പെടുത്തും. ഡാമിയൻ വൈഫിനോട് ചോദിച്ചു, 20 വർഷം മുന്നേ നമ്മൾ ഇവിടെ വന്നത് ഓർമ്മയുണ്ടോ? പക്ഷെ ഡാമിയന്റെ വൈഫ് പറഞ്ഞു, ഇപ്പോൾ ഞാൻ വിളിച്ചത് നമുക്ക് സെപ്പറേറ്റ് ആവാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഉടൻ തന്നെ ഡാമിയൻ വീഡിയോ കോള് കട്ടാക്കി നോർമൽ കോളിലേക്ക് പോകും. അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാതെ ഒരു വിഷമം നിഴലിക്കും. എന്ത് പറയണമെന്നറിയാതെ അയാളുടെ ശബ്ദം ഇടറാൻ തുടങ്ങും. ഡാമിയൻ ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു, നമുക്ക് കുറച്ചുനാള് പിരിഞ്ഞിരുന്നിട്ട് വീണ്ടും ഒന്നാകാം. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇനിയും സ്ട്രോങ് ആവും. വൈഫ് പറഞ്ഞു, നീ കുറച്ചുനാള് എന്റെ അടുത്ത് നിൽക്കും, പിന്നെ കുട്ടികളെ പഠിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞു ഈ ലോകം മൊത്തവും കറങ്ങും. അന്നൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ്. ഡാമിയൻ പറഞ്ഞു, എനിക്ക് നീ എന്റെ ലൈഫിൽ വേണം എന്ന് പറഞ്ഞ് കരയും. പക്ഷേ വൈഫ് പറയും, എന്തായാലും സെപ്പറേറ്റ് ആവണമെന്ന് തന്നെയാണ് എന്റെ തീരുമാനം, ഇനി എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് കോള് കട്ടാക്കും. ഡാമിയൻ വളരെയധികം വിഷമത്തോടെ ദൂരേക്ക് നോക്കി നിൽക്കും. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഡാമിയൻ തിരിച്ച് സീറ്റിൽ വന്നിരിക്കും. എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ച് സർവേലൻസ് റൂമിലേക്ക് പോവുകയാണ്, നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. അപ്പോഴേക്കും ക്യാമറോൺ പറഞ്ഞു, ഞാനും നിങ്ങൾക്കൊപ്പം വരാം. അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങും. ബ്രൂസും കെയ്ലയും റോയിയും അവിടെ നിന്നിറങ്ങി ഒരുമിച്ച് ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പൊക്കോണ്ടിരിക്കുമ്പോൾ ബ്രൂസിനൊരു കോള് വരും, ബൈക്കുകൾ റെന്റിന് കൊടുക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന്. അവൻ ആ കോൾ എടുക്കാതെ റോയിയോട് ചോദിച്ചു, അന്ന് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാന് ബൈക്ക് റെന്റിനെടുത്ത് തന്നത്, ആ ബൈക്ക് എന്ത് ചെയ്തു? ആ ബൈക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ട് ഏൽപ്പിക്കണം. റോയ് പറഞ്ഞു, നീ ആ ബൈക്ക് മറക്കുന്നതാണ് നല്ലത്, കാരണം ഞാൻ അന്ന് ഫാദറിന്റെ കയ്യിൽ നിന്നും ചാലിസ് വീണ്ടെടുക്കാൻ പോയത് ആ ബൈക്കിലാണ്. എന്റെ കയ്യിൽ നിന്നും ഫാദറിന്റെ സിമ്പന്തികൾ ബൈക്ക് തട്ടിയെടുത്തു. ബ്രൂസ് പറഞ്ഞു, എന്താണ് നീ പറയുന്നത്? ആ ബൈക്കിന് വേണ്ടി ആ കമ്പനിക്കാര് സ്ഥിരം എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. മാത്രമല്ല എത്രയും പെട്ടെന്ന് ബൈക്ക് തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ എന്റെ പാസ്പോർട്ട് അവര് പോലീസിന്റെ കൊടുക്കുമെന്നാണ് പറയുന്നത്. റോയ് പറഞ്ഞു, നിന്റെ ഫേക്ക് പാസ്പോർട്ട് അല്ലേ അവരുടെ കയ്യിലുള്ളത്, അത് വെച്ച് അവരെന്ത് ചെയ്യാനായിട്ടാണ്, അത് വിട്ടുകളഞ്ഞേക്ക്. ഉടനെ കെയ്ല മറുപടി പറഞ്ഞു, ആ പാസ്പോർട്ടിൽ ബ്രൂസിന്റെ ഫോട്ടോ ഉണ്ട്. ആ കമ്പനിക്കാര് പോലീസിന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ സ്കാൻ ചെയ്ത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് കണ്ടെത്തി ഇവനെ പിടിക്കാൻ വരും. നമ്മുടെ സകലമാന പ്ലാനും പൊളിയും. ബൈക്ക് ഫാദറുടെ സിമ്പന്തികളുടെ കയ്യിൽ നിന്നും എങ്ങനെ തിരിച്ചെടുക്കണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് റോയ് അവിടെ നിന്ന് പോകും. കെയ്ലയും ബ്രൂസും മുഖത്തോട് മുഖം നോക്കി അവിടെ തന്നെ നിൽക്കും. അതേസമയം സർവേലൻസ് റൂമിൽ ഡാമിയനും ക്യാമറോൺ ഡാമിയനോട് ചോദിച്ചു, താങ്കൾ വൈഫിനോട് സംസാരിച്ചതിന് ശേഷം വളരെയധികം വിഷമത്തിലാണല്ലോ, എന്ത് പറ്റി? ഡാമിയൻ പറഞ്ഞു, അവൾ എന്നിൽ നിന്നും സെപ്പറേറ്റ് ആവാൻ ആഗ്രഹിക്കുന്നു, അത് എനിക്കൊട്ടും താങ്ങാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനമെടുത്തതെന്ന് മനസ്സിലാകുന്നുമില്ല. ക്യാമറോൺ പറഞ്ഞു, ഒരു റിലേഷൻഷിപ്പിൽ നല്ല മൊമെന്റും ഉണ്ടാവും തോൽവിയും ഉണ്ടാവും, അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് അവരുടെ ഇഷ്ടം സെപ്പറേറ്റ് ആവാനായിട്ടാണെങ്കിൽ അത് നടത്തുന്നതായിരിക്കും നല്ലത്. ഡാമിയൻ ചോദിച്ചു, നീയും ഇതേ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടല്ലേ? അവൾ ഒരു ചെറു പുഞ്ചിരിയോടെ അതേന്ന് പറയും. ഡാമിയൻ തുടർന്നു, ഞാൻ ഈ ഹീസ്റ്റ് കഴിഞ്ഞ് തിരിച്ച് സ്പെയിനിൽ ചെന്ന് അവളെ നേരിട്ട് കാണും, എന്റെ ലവ് സിൻസിയർ ആയിരുന്നു എന്ന് അവളെ ബോധ്യപ്പെടുത്തും, അപ്പോൾ എന്തായാലും അവക്ക് എന്നെ വിട്ടു പോകാൻ പറ്റില്ലല്ലോ. ക്യാമറോൺ പറഞ്ഞു, എനിക്കൊരു കുഞ്ഞ് അഡ്വൈസ് താങ്കൾക്ക് തരാനുണ്ട്. താങ്കൾ അവരെ കാണാൻ ചെല്ലുന്നതിന് മുന്നേ നിലവിൽ അവർ സിംഗിൾ ആണെന്ന് ഉറപ്പിച്ചിട്ട് വേണം ചെല്ലാൻ. ഒരു പക്ഷേ അവർക്ക് പുതിയൊരു ലവർ ഉണ്ടെങ്കിൽ താങ്കൾ ചെന്ന് കയറുന്നത് അവരുടെ രണ്ടുപേരുടെയും സ്പേസിലേക്കായിരിക്കും. അത് കേട്ട് തല കുലുക്കിയിട്ട് ഡാമിയൻ അവിടെ നിറങ്ങിപ്പോകും. ക്യാമറോൺ അവളുടെ പഴയ റിലേഷനെ ഓർത്ത് കരയും. അതേസമയം മറ്റൊരിടത്ത് ബെർലിനും കമേലിയും അവരുടെ മാത്രം പ്രൈവറ്റ് സ്പേസിൽ സ്നേഹം പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ കെമീലിക്ക് അവളുടെ ഹസ്ബൻഡ് ഓപ്ഷൻ ഡയറക്ടറുടെ കോൾ വരും. അയാൾ പറഞ്ഞു, നിന്റെ ലാപ്ടോപ്പിൽ ഇമെയിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടാണ് പോയത്, നീ അയച്ചതും നിനക്ക് വന്നതുമായ മെയിലുകൾ എല്ലാം ഞാൻ വായിച്ചു, നീ ഇപ്പോ ആർക്കൊപ്പമാണെന്നും എനിക്കറിയാം. ഇത്രയും പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്യും. കെമേലി ബെർലിനോട് പറഞ്ഞു, നമ്മൾ അയച്ച മെസ്സേജുകൾ അദ്ദേഹം വായിച്ചു, എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം, കുറച്ചു നേരം എന്നെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? ബെർലിൻ പറഞ്ഞു, ഞാൻ എപ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പുറത്തിറങ്ങിയ ബെർലിൻ വളരെയധികം സന്തോഷത്തിലാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതും അയാളുടെ പ്ലാനിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണെന്ന്. അവിടുന്ന് സീൻ കട്ടാക്കി ഹോട്ടലിൽ ഡാമിയന്റെ റൂമിൽ ക്യാമറോൺ വന്ന് ഡാമിയന്റെ ഡോറിൽ തട്ടും. ക്യാമറോണിനെ അകത്തേക്ക് ക്ഷണിച്ചിട്ട് ഡാമിയൻ പറഞ്ഞു, നീ പറഞ്ഞത് വളരെ ശരിയാണ്, എന്റെ വൈഫിന് ഒരു അഫയർ ഉണ്ട്. കാരണം കഴിഞ്ഞ ഈസ്റ്റർ വെക്കേഷന് അവൾ ഒറ്റയ്ക്ക് ഹോളിഡേ എൻജോയ് ചെയ്യാൻ പോകുന്നെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ അന്നെടുത്ത ഫോട്ടോയാണിത്. ഈ ഫോട്ടോ ഒരിക്കലും സെൽഫി അല്ല. പോരാത്തതിന് അവളുടെ ഹെയർ കളർ മാറ്റിയിരിക്കുന്നു. അതിനർത്ഥം അവളുടെ കൂടെ ആരോ ഉണ്ടായിരുന്നു എന്നാണ്. ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഇല്ലാതിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അക്കൗണ്ട് ഓപ്പൺ ആക്കി ചെയ്യുന്ന എല്ലാ വിഷയവും അപ്ഡേറ്റ് ചെയ്യുന്നു. ജാക്കൽ 70 എന്ന് പ്രൊഫൈലുള്ള ഒരാൾ അവളുടെ എല്ലാ ഫോട്ടോയ്ക്കും ലൈക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ വീട്ടിലെ കഴിഞ്ഞ 10 മാസത്തെ ലാൻഡ് ഫോൺ ഡീറ്റെയിൽസ്
കോൾസ് ഞാൻ എടുത്തു. ഇതിൽ ഒരു പുതിയ നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചിരിക്കുന്നു. ഞാൻ കരുതി അവൾക്ക് ഒരുപാട് ബന്ധുക്കാരുള്ളത് കൊണ്ട് അവരിൽ ആരെങ്കിലും ആയിരിക്കും വിളിച്ചതെന്ന്. പിന്നെ ഒരിക്കൽ കൂടെ ഞാൻ ആ ബില്ല് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി കോള് വന്നിരിക്കുന്നതും അങ്ങോട്ട് വിളിച്ചിരിക്കുന്നതും ഞാൻ നാട്ടിലില്ലാത്തപ്പോഴാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ക്യാമറോൺ വിൻഡോ കർട്ടൻ ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞു, അവരെ അവരുടെ വഴിക്ക് വിടുന്നതാണ് ഡാമിയൻ നല്ലത്. ഞാനിപ്പോൾ വന്നത് ഓപ്ഷൻ ഹൗസിലേക്ക് എല്ലാ ജുവൽസും എത്തിയിട്ടുണ്ടെന്ന് പറയാനായിട്ടാണ്. ഡാമിയൻ ഉടൻ തന്നെ തന്റെ കണ്ണാടി എടുത്തു വെച്ച് ഹീസ്റ്റിന്റെ പ്ലാനിലേക്ക് തിരിച്ചു വരും. അയാൾ ചോദിച്ചു, എല്ലാ ആഭരണങ്ങളും നിലവറയ്ക്കകത്ത് വന്നു എങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ആ ആഭരണങ്ങൾ അവിടെ നിന്ന് എടുക്കണം. അവിടെ നിന്ന് സീൻ കട്ടാക്കിയിട്ട് ബെർലിന് റോയുടെ കോൾ വരും. ബെർലിൻ പറഞ്ഞു, റോയ്, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ഞാനും കെമീലയുമായിട്ടുള്ള റിലേഷൻ അവളുടെ ഹസ്ബൻഡ് അറിഞ്ഞു. ഇനി അവർ എത്രയും പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആവും. കെമീല എനിക്കൊപ്പം വരും. ബെർലിൻ തുടർന്നു, കുറച്ചുനാൾ ഇവിടെ തന്നെ താമസിച്ചു കഴിഞ്ഞാൽ എന്റെയും കെമീലയുടെയും കാര്യത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാക്കാൻ പറ്റും. ഉടൻ തന്നെ റോയ് പറഞ്ഞു, ഇവിടെ താമസിക്കുന്ന കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം വരേണ്ട ഡയമണ്ട്സും ജുവൽസും എല്ലാം ആ നിലവറയ്ക്കകത്ത് വന്നിട്ടുണ്ട്. നാളെ എല്ലാ ജുവൽസും വാല്യൂഷന് വേണ്ടി പുറത്തെടുക്കും. അപ്പോൾ പ്രസിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ സെക്ഷനും അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ജുവൽസും ഡയമണ്ട്സും കൊള്ളയടിക്കണം. ഉടൻ തന്നെ ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞ് ബെർലിൻ കോള് കട്ടാക്കും. അപ്പോൾ കമേലി വിൻഡോയുടെ അവിടെ നിന്ന് ബെർലിനോട് തിരിച്ച് റൂമിലേക്ക് വരാൻ ആവശ്യപ്പെടും. കമേലി ബെർലിനോട് പറഞ്ഞു, ഞാൻ താങ്കളെ കണ്ട അന്നു മുതലുള്ള കാര്യങ്ങൾ ഹസ്ബൻഡിനോട് പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് റെസ്റ്റോറന്റിൽ പോയ കാര്യം, ഒരുമിച്ച് കൺസേർട്ടിന് പോയ കാര്യം എല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് നീ തെരഞ്ഞെടുത്തോളൂ. എനിക്ക് അദ്ദേഹത്തെ നേരിൽ കാണണം. എനിക്കൊപ്പം താങ്കളും വരണം. കെമീല തുടർന്നു, ഞാൻ പറയുന്നത് തെറ്റായി എടുക്കരുത്. എനിക്ക് താങ്കളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഈ ചെയ്തതെല്ലാം കേട്ടിട്ടും എന്റെ ഇഷ്ടം ചെയ്തോ എന്ന് പറഞ്ഞ് എന്റെ ഹസ്ബൻഡിനെ എനിക്ക് ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. ബെർലിന് തന്റെ പ്ലാന് ചെറുതായിട്ട് പാളി എന്ന് മനസ്സിലായി. അപ്പോഴേക്കും ഡാമിയന്റെ കോൾ വരും. പക്ഷേ ബെർലിൻ അത് സൈലന്റ് ആക്കും. ബെർലിൻ കമേലിയോട് പറഞ്ഞു, എനിക്ക് ഒന്ന് ഒറ്റയ്ക്കിരിക്കണം. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും 2 റൂമുകളിലായിട്ട് വിശ്രമിക്കാം. അത്രയും പറഞ്ഞ് ബെർലിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പുറത്തെത്തിയ ബെർലിൻ കാറുമായി ഓപ്ഷൻ ഹൗസിലേക്ക്. അപ്പോഴേക്കും റോയ് വിളിക്കും. റോയ് പറഞ്ഞു, ഡാമിയൻ വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനാലാണ് ഞാനൊന്ന് വിളിച്ചു നോക്കിയത്. ബെർലിൻ പറഞ്ഞു, ഡാമിയൻ വിളിച്ചപ്പോൾ ഞാനൊരു പന്ന സിറ്റുവേഷനിലായിരുന്നു. കെമീലയുടെ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. റോയ് പറഞ്ഞു, നിങ്ങൾ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. നിങ്ങളെയും കാത്ത് ഞങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബെർലിൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ എത്തും. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കും.